അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടത് റിയൽ മദർ തെരേസയാണ്, അവരുടെ ലാംഗ്വേജ് ആണത്. ഈ ലെഫ്റ്റിലുള്ള കസേരയിൽ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് ഒരു മഞ്ഞ് പോലുള്ള രൂപത്തിൽ ഇവരുടെ മുഖം വെളിഞ്ഞു വരികയാണ്, ശരീരവും ഇത്രയും ഭാഗം. ഒരു വിത്തിൻ 5 minutes കോയിൻ എസിലേക്ക് പോയി. രാജീവ് ഗാന്ധി ആണോ എന്ന് ചോദിച്ചപ്പോൾ മഹാവതാർ ബാബാജി, അദ്ദേഹമൊക്കെ ഈ കാലഘട്ടത്തിലും 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹമുണ്ട്. ഇന്നും പ്രകാശരൂപത്തിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. ഈ യൂണിവേഴ്സിന്റെ പവർ നമ്മിലേക്ക് വരുന്ന ഒരു ലൈറ്റിന്റെ പോലെയാണ്, പ്രകാശരൂപത്തിലാണ്. ഈ വ്യക്തി ഡൽഹിയിൽ വെച്ച് മദർ തെരേസയുടെ കൂടെ എടുത്ത ഫോട്ടോ എടുത്ത് വെച്ചേക്കാണ്. ഇവർ എൻ്റെ അടുത്ത് മുമ്പിൽ വന്നിരുന്ന അതേപോലെ തന്നെയാണ് ആ ഫോട്ടോയിൽ അവരിയ്ക്കുന്നത്, ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നെഗറ്റീവ് സോൾസിന്റെ അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ള സൂയിസൈഡ് ആയിട്ടുള്ളവര്, ആക്സിഡന്റ്, അഗ്നിമരണം, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോൾ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളവരും ഇത്തരം സോൾസ് ആണ് അവരുടെ ലൈഫിലേക്ക് വന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാണ്ട് ഒരു വിശുദ്ധ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം ഒരു എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തില് ഏതെങ്കിലും സോൾസിന്റെ ഒക്കെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം എല്ലാവരും നെഗറ്റിവിറ്റിയാണ് കാണുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് സോൾ പ്രസൻസ് ആണ്, ഹിപ്നോസിസ് ചെയ്തു, അങ്ങനെ ചെയ്തു, ഉച്ചാരണം ചെയ്തു എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാം. 2019 ജൂലൈ മാസമാണ് ഈ സംഭവം. ഏകദേശം 16 17 തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ പഴയ ഡയറി എടുത്തു നോക്കിയാൽ അത് പ്രത്യേകം ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാലഘട്ടത്തിൽ കളമശ്ശേരിയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഹീലിങ്ങിനൊരു റൂം, അതുപോലെ തന്നെ ട്രെയിനിങ്ങിനായിട്ടുള്ള ഹോളൊക്കെ ഉള്ളൊരു റൂം, അത് എൻ്റെ ഒരു ക്ലയൻറ്റ് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നാണ്. സാറ് എറണാകുളത്ത് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു, ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഞാൻ ചെന്നിരിക്കുമ്പോൾ ആ ഓഫീസിൽ എപ്പോഴും മദർ തെരേസയുടെ ഒരു പടം ഇരിക്കുന്നുണ്ട്, ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തത്. മദർ തെരേസയുടെ ഫോട്ടോ കണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറിൻ്റെ കയ്യിൽ മദർ തെരേസയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അവർ പൊസസ് ചെയ്തിരുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് ഐ ഫീൽ ദ പ്രസൻസ്, മദർ തെരേസയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അതിന് സാധ്യതയില്ല, അവരെഴുതി തന്നൊരു ഡയറിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അത് മൂവാറ്റുപുഴയിൽ എൻ്റെ വീട്ടിലായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല സാറേ, എനിക്ക് തോന്നുന്നത്. അങ്ങനെ അദ്ദേഹം ആദ്യം നടത്തിയിരുന്ന ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് ഞങ്ങൾ പുതിയ സ്ഥലത്തേക്ക്, എൻ്റെ ക്ലയൻറ്റ് വാങ്ങിച്ചു തന്ന വാടക കെട്ടിടത്തിലേക്ക് ഞങ്ങൾ മാറുകയാണ്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. 1 മാസത്തോളമായി. അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ കൺസൾട്ടേഷൻ റൂമിൽ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു സാധനം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ബാക്കിൽ മറച്ചു പിടിച്ചിട്ട് ഒരു ചെറിയ സാധനം എൻ്റെ കയ്യിലേക്ക് തന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാണയം പോലെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂനമാവ് ഏരിയയിലൊക്കെ കാശ് രൂപങ്ങൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് ലോഹം കൊണ്ടുണ്ടാക്കും. ഇതിങ്ങനെ ഓവൽ ഷേപ്പിൽ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ 2.5 സെൻറ്റിമീറ്റർ ഉയരവും 2 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ഓവൽ ഷേപ്പിൽ ഒരു ഭാഗത്ത് കർത്താവിൻ്റെ ഒരു എംബോസ് ചെയ്ത ഒരു രൂപം, അപ്പുറ ഭാഗത്ത് കന്യാമറിയത്തിൻ്റെ എംബോസ് ചെയ്ത ഒരു രൂപവും നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് തന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ എപ്പോഴും പറയാറില്ലേ മദർ തെരേസയുടെ എന്തോ ഇവിടെ ഉണ്ടെന്ന്. അവരൊരിക്കൽ ഒരു പിടി ഇങ്ങനെ ഈ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഈ കാശ് രൂപ കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ആർക്കെങ്കിലുമൊക്കെ നല്ല ആൾക്കാർക്ക് കൊടുക്കുന്നു പറഞ്ഞ് കൊടുത്തിരുന്നു. 20-21 ഉണ്ടായിരുന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ. അതിൽ ഒരെണ്ണം മാത്രം ഒരു ചെപ്പിലടച്ചിട്ട് അതിങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. ഈ കോയിൻ പോലത്തെ ഈ സംഭവം, ഈ കാശ് രൂപം ഞാൻ കയ്യിലെടുത്ത ഉടനെ തന്നെ എനിക്ക് ഈ എനർജി പ്രസൻസ് ഫീൽ ചെയ്തു മദർ തെരേസയുടെ. ഞാൻ ഉടനെ തന്നെ അത് ഈ ആജ്ഞാചക്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചതും ഞാൻ വേറൊരു ലോകത്തേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. അപ്പോൾ എൻ്റെ ടേബിളിൽ റൈറ്റ് സൈഡിലാണ് ആ മനുഷ്യൻ ഇരുന്നിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു കസേര കിടപ്പുണ്ട്. 2 പേര് വന്നാൽ 3 പേര് വന്നിരിക്കാനുള്ള 3 കസേരയുണ്ട്. അതിൽ ഇവിടെ ഒരു കസേര, നടുക്കൊരു കസേര, ലെഫ്റ്റിലൊരു കസേരയാണ്. ഈ ലെഫ്റ്റിലുള്ള കസേരയിൽ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് ഒരു മഞ്ഞ് പോലുള്ള രൂപത്തിൽ ഇവരുടെ മുഖം വെളിഞ്ഞു വരികയാണ്, ശരീരവും ഇത്രയും ഭാഗം. അപ്പോൾ ആ ടേബിളിന് മേലോട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ വ്യക്തിയെ കണ്ട ഉടനെ തന്നെ ഇത് അവരാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇവരെ വരച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വരയ്ക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ വരച്ചിട്ടുണ്ട്, പലർക്കും ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ പോലെ വരച്ചിട്ട്. അപ്പോൾ എനിക്കറിയാം അവരുടെ മുഖത്ത് ഓരോ ചുളിവുകൾ പോലും എനിക്ക് കാണാപ്പാടും അറിയാം. ഇത് തെളിഞ്ഞവരാണ്, ഇത് ഡെല്യൂഷനാണോ എന്താണോ എന്നൊരു തോന്നൽ എനിക്ക് പെട്ടെന്നുണ്ടായി. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഏതോ ലോകത്തായിരുന്നു, ഞാനിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു പറയണം. അതിനുള്ളിൽ ഒരു കോൺവെർസേഷൻ നടന്നു. അപ്പോൾ എനിക്ക് സ്പിരിച്വലായിട്ടുള്ള കുറച്ച് നോളജ് അവർ തന്നു. ആദ്യം എന്നോട് പറഞ്ഞത്
കോസ്മോസ് ലോഗോസ് ആജിറ്റോസ്. ഇത് ഇപ്പോഴും എൻ്റെ ഈ ഇടത്തെ ചെവിയിൽ ഇപ്പോഴും ആ മുഴങ്ങിയത് എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്ന പോലെ ഇപ്പോഴും ഞാൻ അത് ഫീൽ ചെയ്യാണ്. ഐ ഫീൽ ദ പ്രസൻസ്. ഇവർ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്, ചിരിക്കുന്നുണ്ട്, എന്നോട് വെറുതെ കളിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ ഇവരിങ്ങനെ കളിയാക്കുന്നത് എന്താണ്. അപ്പോൾ കോസ്മോസ് ലോഗോസ് ആജിറ്റോസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മദർ ഐ ഡോണ്ട് നോ, മനസ്സുകൊണ്ട് പറഞ്ഞു ഐ ഡോണ്ട് നോ യുവർ ലാംഗ്വേജ്, പ്ലീസ് ടെൽ മീ ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു ഞാൻ, എൻ്റെ മനസ്സുകൊണ്ട്. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നിനക്ക് കുറച്ച് ദൗത്യങ്ങളുണ്ട്, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം, പാവങ്ങളെ സഹായിക്കണം, നിനക്കുണ്ടാവുന്ന കാശ് ദൈവത്തിൻ്റെയും കൂടി അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് പരമേൽക്കുകയാണ്, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് അവർ ഇവരിങ്ങനെ പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അപ്പോഴേക്കും ഇയാൾ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു സാറേ അങ്ങനെ ഒരു പ്രസൻസ് കണ്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കും, നമ്മൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ട്രസ്റ്റ് ഉണ്ടാക്കണോ, അതിന് എന്ത് പേര് കൊടുക്കണം, ഡാമിയൻ ട്രസ്റ്റ് എന്നാണ് എൻ്റെ മനസ്സിൽ, അത് മദർ തെരേസ ട്രസ്റ്റ് എന്നാക്കണോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മദറിന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു ജോസാറെ ശരിയാവില്ല, മദറിനെ വിളിച്ചിട്ട് നമ്മൾ വെറുതെ കണിയാനാക്കാനല്ല വിളിച്ചത്, അവർ നമുക്കൊരു പ്രസൻസ് തന്നു, നമ്മൾ അത് തന്നെ ഭാഗ്യമെന്ന് കാണുക. അതുകൊണ്ട് ഞാൻ അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. വിത്തിൻ ഒരു സെക്കൻഡ്സിനുള്ളിൽ ഇവർ അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഡൽഹിയിൽ വെച്ച് മദർ തെരേസയുടെ കൂടെ എടുത്ത ഫോട്ടോ എടുത്ത് വെച്ചേക്കാണ്. ഇവരെൻ്റെ അടുത്ത് മുമ്പിൽ വന്നിരുന്ന അതേപോലെ തന്നെയാണ് ആ ഫോട്ടോയിൽ അവരിയ്ക്കുന്നത്, ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട്. ഞാൻ ചോദിച്ചു മദർ തെരേസ തമാശ പറയുമോ? അപ്പോൾ അവർ പുള്ളിക്കാരൻ പറയാണ് ഇവരെപ്പോഴും തമാശ പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ഫോട്ടോ കാണുന്നല്ലേ? അതെ. അത് കഴിഞ്ഞതിന് ശേഷം സാധാരണ ചെറിയ ആൽബം ഇല്ലേ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഫോട്ടോ വെക്കുന്ന കുഞ്ഞ് ആൽബം കണ്ടിട്ടില്ലേ, പണ്ടത്തെ ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് എടുത്ത് വെക്കുന്ന കുഞ്ഞ് ആൽബം, പ്ലാസ്റ്റിക്കിന്റെ ഈ ഫോൾഡറിൽ വെക്കുന്നത്, അതിൽ നിന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതാണ്, ഈ പൊസിഷനിലാണ് അവർ ഇരുന്നിരുന്നത്. അപ്പൊ പറയാണ് അവരോട് ചെന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും അവരിങ്ങനെ കൈ ഇങ്ങനെ കാടിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാറുണ്ട്, തമാശ പറയാറുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിയിലുള്ള ഒരു ഒരു അച്ഛനുണ്ട്, അച്ഛൻ കുണ്ടലിയോഗ ഈ ചക്രധ്യാനത്തിന്റെ ക്ലാസ്സിൽ വന്നു. അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛ ഈ കോസ്മോസ് ലോഗോസ് ആജിറ്റോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറയാണ് മോനെ ഇതാരാ നിന്നോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇങ്ങനെ മദർ തെരേസയുടെ പ്രസൻസ് ഉണ്ടായി. അയ്യോ അതിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഈ വാക്ക് ഇന്ന് വരെ സ്പാനിഷ് വേർഡോ ലാറ്റിൻ വേർഡോ ഒന്നും കേൾക്കാത്തൊരു മനുഷ്യനായ ഇന്നും ഞാൻ ഓർത്തിരിക്കുകയാണ് ആ വേർഡ്. എനിക്കറിയില്ലായിരുന്നു ആ വേർഡ് എന്താണെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവരെന്താ പറഞ്ഞതെന്നുള്ള പൊരുൾ പോലും എനിക്ക് മനസ്സിലായത്. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ കണ്ടത് റിയൽ മദർ തെരേസയാണ്, അവരുടെ ലാംഗ്വേജ് ആണത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആ വ്യക്തിയോട് ചോദിച്ചു, പറഞ്ഞു സ്പാനിഷ്, ഇംഗ്ലീഷ്, ലാറ്റിൻ, ഇറ്റാലിയൻ ഇത്രയും ലാംഗ്വേജ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് മദറിന് അറിയായിരുന്നു. അതുകൂടാതെ കൽക്കട്ടയിൽ അവിടുത്തെ ലാംഗ്വേജും അറിയായിരുന്നു, ബംഗാളി. അപ്പോൾ ഇത് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കാരണം ഞാൻ വർഷങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞ വേർഡ് ഞാൻ ഓർത്തിരുന്നു, അതിൻ്റെ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത അച്ഛൻ പറഞ്ഞുതരാണ് ഇറ്റലിയിലുള്ള. അങ്ങനെ ഒരു ഭാഗ്യം ലൈഫിലുണ്ടായിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെ പറ്റിയിട്ട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് എൻ്റെ എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഇതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ ലേബർ ഇന്ത്യയിൽ ഓജോ ബോർഡിനെ കുറിച്ചിട്ടുള്ളൊരു വിവരണം വന്നു. അത് കണ്ടിട്ട് ഒരു ബേസ് ബോർഡിൽ ഇതൊക്കെ വരച്ചുണ്ടാക്കി, അതുപോലെ തന്നെ വരച്ചുണ്ടാക്കിയിട്ട് ആ ഇടയ്ക്ക് രാജീവ് ഗാന്ധി മരിച്ചിരിക്കുന്ന ഒരു സമയമാണ്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91 അപ്പോൾ ആ സമയത്ത് രാജീവ് ഗാന്ധിയെ വിളിച്ചു. ഇതുപോലെ തന്നെ ഒരു 25 വയസ്സോ 50 വയസ്സോ മറ്റോ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഞാനത് കണ്ടു നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി കയ്യിൽ വെച്ചു. അപ്പോൾ എനിക്കിതൊക്കെ പേടിയുള്ള കാലഘട്ടമാണ്. അന്നൊക്കെയെന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര പേടിയാണ്. പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഓടും, ഞാൻ കേട്ടാൽ മതി, പ്രേന്ന് കേട്ടാൽ മതി അപ്പോൾ ഓടുമായിരുന്നു. പക്ഷേ അന്നത് ഞാൻ ഒളിച്ചു വന്ന് നോക്കുമ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള റൂമിലാണ് ഇവരിന്ന് കളിച്ചിരുന്നത്. തെക്ക് ഭാഗത്തോട്ട് ഫേസ് ചെയ്തിട്ടാണ്, അവിടെ ഒരു ജനലുണ്ട്. ആ ജനലിൻ്റെ അവിടെ പഠിക്കാനുള്ളൊരു ടേബിളോ മറ്റോ ഉണ്ട്. ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, ജനൽ തുറന്നിട്ടുണ്ട്. ഇത് രാജീവ് ഗാന്ധി പ്ലീസ് കം എന്ന് പറഞ്ഞിട്ടാണ് വിളി തുടങ്ങിയത്. ഒരു വിത്തിൻ 5 minutes കോയിൻ എസിലേക്ക് പോയി. രാജീവ് ഗാന്ധി ആണോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു കാറ്റും മഴയും വന്നു. അത് കോയിൻസിഡൻസ് ആവാം, എന്തോ ആവാം. പക്ഷെ അത് വന്നു. പെട്ടെന്ന് ആ കാറ്റ് വന്നതും ഈ മെഴുതിരി കടലും ഈ മനുഷ്യനെ എഴുന്നേറ്റ് പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് ഓടി. പിന്നീട് കുറച്ചു കാലം മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വ്യക്തി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ഒരു 10ൽ പഠിക്കുന്നു, ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. അത് ശരിക്കും രാജീവ് ഗാന്ധിയുടെ പ്രസൻസ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? അതെനിക്കറിയില്ല. കാരണം അന്ന് ഇതിനെ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവോ ഇങ്ങനെ ഒരു റിസർച്ച് മെന്റാലിറ്റിയോ എനിക്ക് ആ ഒരു
12 വയസ്സിലുണ്ടായിരുന്നില്ല. ഇന്നായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ പോയെന്നെ. പക്ഷേ അന്ന് അതിന് പോകാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ സർ. അപ്പോൾ നെഗറ്റീവ് സോൾസ് മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള സോൾസ് ഉണ്ട്. പ്രസൻസ് നമ്മൾ ഇപ്പോൾ നമ്മൾ നല്ലൊരു ഗുരുനാഥനെ നമ്മൾ മനസ്സാവരിച്ച് അവരുടെ ദീക്ഷ എടുത്ത് അവരെ ഡെയിലി നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ അവർ പ്രസൻസ് തരാം. ഫോർ എക്സാമ്പിൾ മഹാവതാർ ബാബാജി, അദ്ദേഹമൊക്കെ ഈ കാലഘട്ടത്തിലും 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അദ്ദേഹമുണ്ട്. ഇന്നും പ്രകാശരൂപത്തിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. നല്ല രീതിയിൽ ഉപാസന നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ചെറുപ്പക്കാരനായിട്ടാണ് കാണാറുള്ളത്. ഒരു തവണ അത് സംഭവിച്ചിട്ടുള്ളൂ, പിന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെയെല്ലാം നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് മഞ്ഞ് പോലെ ഒരു പ്രകാശത്തിൻ്റെ രൂപം മാത്രമാണ് കാണാറുള്ളത്. ഞാൻ ക്രിയായോഗ ദീക്ഷ എടുത്തതിന് ശേഷം കുറച്ചു കാലം അത് മന്ത്രദീക്ഷയും ഇതെല്ലാം നമ്മൾ അന്ന് വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ആയിട്ടൊക്കെ ഞാൻ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് 2019 അത് സംഭവിച്ചത്. അത് മഹാവതാർ ബാബാജിയുടെ ഒരു പ്രസൻസ് ഒരു തവണയാണ്. ആ ഒരു ലിറ്ററലി ആ ഫേസും ആ രൂപവും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ധ്യാനിച്ചിരിക്കുന്ന രൂപവും വന്നിട്ട് ഇങ്ങനെ മെർജ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി ഈ ആജ്ഞാചക്രത്തിൽ. അതിനുശേഷമാണ് ഇങ്ങനെ ആജ്ഞ കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. എനിക്കറിയില്ല, അതിനുശേഷം അതിനു മുമ്പ് അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിലും പൂർണ്ണമായിട്ട് ആക്ടിവേഷൻ തുടങ്ങിയത് അന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു പ്രസൻസാണ്. പിന്നീട് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഡിവിനിറ്റി എന്ന് പറയുന്നത്, എൻ്റെ ഡിവൈൻ അനുഭവം എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സിൻ്റെ പവർ നമ്മിലേക്ക് വരുന്ന ഒരു ലൈറ്റിൻ്റെ പോലെയാണ്, പ്രകാശ രൂപത്തിലാണ്. ഞാൻ എപ്പോൾ കണ്ണടച്ചാൽ ആ പ്രകാശം ഇവിടെ ഉണ്ടോ, ആ പ്രകാശത്തിൽ ലയിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉറങ്ങുന്നതും ഉണർന്ന് എണീക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഊർജ്ജം നമ്മുടെ കൂടെ ഉണ്ട്. ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ ഗുരുക്കന്മാരുടെ ഊർജ്ജം, ദൈവിക നിലയിലുള്ള ഊർജ്ജം എല്ലാം നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഓക്കെ സർ.